നമ്മുടെ സ്ഥാപനത്തിലെ സാധനങ്ങൾ സേഫായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ എത്തിക്കുന്ന ഒരു കടമ ഡ്രൈവർമാരെ അപേക്ഷിച്ചിട്ട് അവരാണ് സ്ഥാപനത്തിന്റെ കസ്റ്റമറുമായിട്ട് സ്ഥാപനത്തെ കണക്ട് ചെയ്യുന്നത് ഡ്രൈവർമാരാണ്. അവരുടെ ഭാഗത്തൊരു മോശം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തെ എപ്പോഴും ബാധിക്കാറുണ്ട്. അപ്പോൾ 1.5 വർഷമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ സാധനങ്ങൾ മുഴുവൻ കസ്റ്റമേഴ്സിനെ നമ്മളെക്കാൾ കൂടുതൽ നേരിട്ട് കാണുകയും അവരുമായിട്ട് സഹകരിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും അവർ കൊടുക്കുന്ന സാമ്പത്തിക മാധ്യമമായിട്ടുള്ള എത്തിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. നമ്മുടെ സ്ഥാപനത്തെ അപേക്ഷിച്ചിട്ട് അപ്പുവാണ് അബീദാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക ചില ബുദ്ധിമുട്ടുകൾ കാരണം താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. ഈ 1.5 വർഷം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജോലി എടുത്ത് എന്താണ് പറയാനുള്ളത്? ഇവിടെ വന്നിട്ട് പുതുതായി എടുത്തു പറയാനായിട്ട് അബീദ് പോവാന്ന് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോകുന്ന 1 മാസം മുമ്പ് അബീദ് നമ്മളോട് പറഞ്ഞു ഞാൻ 1 മാസം കൂടെ ഉള്ളത് ഒരു സ്റ്റാഫിനെ അപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന് ആ സ്ഥാപനത്തോടുള്ള ഏറ്റവും വലിയ കൂറെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ് ആ സ്ഥാപനത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് 1 മാസം മുമ്പ് പറഞ്ഞു. അത് മാത്രമല്ല പല കസ്റ്റമേഴ്സിനോട് അബീദ് പോവാന്ന് പറഞ്ഞപ്പം പലർക്കും ഭയങ്കര വിഷമം. അബീദിനെ വിടുവാണ് അപ്പൊ നമ്മൾ ഒരിക്കലും വിടുവല്ല, അദ്ദേഹം സ്വയമായിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. അപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് അബീദിനെ കൊടുക്കുന്നുണ്ട്. ഐശ്വര്യ ഗിഫ്റ്റ് കൊടുക്കാം. Okay.